എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരികുമാർ, ഹരിശ്രീ ജ്യോതിഷം. അയ്യപ്പൻ വിളക്കിൻ്റെ, ദേശവിളക്കിൻ്റെ പാനകപൂജയുടെ ഒക്കെ കാലമാണ്. ശബരിമല മണ്ഡലവ്രതം തുടങ്ങാൻ പോവാണ്. ഈ സമയത്ത് പല ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പൂജകൾ, പാനക പൂജകൾ, അതുപോലെ ദേശവിളക്ക് എന്നുള്ള പേരിൽ, അയ്യപ്പൻ വിളക്ക് എന്നുള്ള പേരിലൊക്കെ അയ്യപ്പ പൂജകൾ നടക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നടത്തുന്നത് ആരാണ്? ഇത് നടത്തേണ്ടത് അവിടുത്തെ വ്രതാനുഷ്ഠാനികളായ അയ്യപ്പന്മാരാണ്. അപ്പോൾ വ്രതാനുഷ്ഠാനികളായ അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു സംഭവമാണ് പാനക പൂജ, അല്ലെങ്കിൽ ദേശവിളക്ക്, അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്ക് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് പുരോഹിതൻ പോലും ഒരു ബ്രാഹ്മണ തിരുമേനി ആവണമെന്നില്ല. കാരണം ബ്രഹ്മചാര്യ വ്രതവും കൂടി അനുഷ്ഠിച്ച ഒരു സ്വാമി, വലിയ സ്വാമി, അത് ഏത് ജാതിയോ ആയിക്കോട്ടെ, മതം ആയിക്കോട്ടെ, ഗുരുസ്വാമി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഗുരുസ്വാമിയായിട്ടുള്ള ശബരിമലയ്ക്ക് അനവധി തവണ പോയിരിക്കുന്ന പരിശീലനമൊക്കെയുള്ള അയ്യപ്പ ഭക്തനായ ഒരു മനുഷ്യനെ കൊണ്ടാണ് ഈ അമ്പലത്തിനോടനുബന്ധിച്ച് നടത്തുന്ന പാനക പൂജയിൽ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കിയിട്ട്, താൽക്കാലിക അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ അയ്യപ്പ പൂജയൊക്കെ നടത്തി ഒരു ശബരിമലയ്ക്ക് വ്രതാനുഷ്ഠാനത്തോടെ പോകേണ്ട, അങ്ങനെ ഒരു ഭക്തി നിർഭരമായ, മാത്രമല്ല വ്രതാനുഷ്ഠാനികളായിട്ടുള്ള ആളുകൾ നടത്തേണ്ട, മുന്നിൽ നിന്ന് നടത്തേണ്ട കാര്യമാണ്. അതിന് ജനങ്ങൾ പങ്കാളിത്തം ഉണ്ടാവും, നല്ല കാര്യമാണ്. പക്ഷേ ഇന്നതിനൊരു ചെറിയ അപചയം സംഭവിച്ചതുകൊണ്ടാണ് ഇത് പറയാൻ പോകുന്നത്. ഈ അപചയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ഒരു ദേശവിളക്ക് അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്ക് എന്നുള്ള ഒരു പൊതു പരിപാടിയായിട്ട് മാറുമ്പോൾ അതിനകത്ത് അയ്യപ്പ വ്രതം അനുഷ്ഠിക്കാത്ത, ഇല്ലെങ്കിൽ അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത അത് ഹിന്ദുക്കളും എല്ലാം മറ്റു ജാതി മതസ്ഥരൊക്കെ ഉണ്ട്. വിശ്വാസമുള്ളവരും ഉണ്ട്, ജാതിമതം അല്ല ഞാൻ പറയുന്നത്, വിശ്വാസികളും അവിശ്വാസികളും. അയ്യപ്പനിൽ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും, അങ്ങനെയുള്ള ആളുകൾ അതിൻ്റെ ആ പവിത്രതയ്ക്ക് പങ്കലേൽക്കുന്ന തരത്തിലൊരു ആഘോഷമായിട്ട് അയ്യപ്പൻ വിളക്കുകൾ, ദേശവിളക്കുകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന് പണം പിരിക്കുകയും ആ പണം പിരിച്ചിട്ട് ആഘോഷമായിട്ടൊരു പരിപാടി നടത്തുകയും ഇതിന് ക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ നടത്തുന്നവരുണ്ട്, ചീത്ത രീതിയിൽ നടത്തുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രത്യേകത വ്രതാനുഷ്ഠാനികളായ അയ്യപ്പന്മാർ മുന്നിൽ നിന്ന് നടത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ അതിൻ്റെ ആ പാനക പൂജ, ദേശവിളക്ക്, അയ്യപ്പൻ മുളക്ക് എന്നൊക്കെ പറയുന്നതിനുള്ളൊരു പവിത്രതയായിട്ടുള്ള വരുവുള്ളൂ. മറ്റുള്ള ആളുകൾ, ഭക്തന്മാർ അതിൽ സഹകരിക്കുന്നതിനല്ല കുഴപ്പം. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് പെരുവഴിയിലും പൊതുവായിട്ടുള്ള സ്ഥലത്തുമൊക്കെ എല്ലാ അശുദ്ധി ഉള്ള ആളുകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അപ്പോൾ നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും നമ്മളെ ശുദ്ധി ആചരിച്ചിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലങ്ങളിൽ വെച്ച് നടത്തുമ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്നവർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോഴുള്ള ശുദ്ധി പോലും ചിലപ്പോൾ പാലിക്കാത്തവരുണ്ടാവും. ക്ഷേത്രത്തിലെ ശുദ്ധിയേക്കാളും കൂടുതൽ പവിത്രതയോടുകൂടിയുള്ള വ്രതാനുഷ്ഠാനമാണ് അയ്യപ്പന്മാർ എന്ന് പറയുന്ന ആൾക്കാർ. അവർ അയ്യപ്പസ്വാമിക്ക് തുല്യരാണ്. അപ്പോൾ അങ്ങനെ അവർ ബ്രഹ്മചര്യ വ്രതവും മറ്റു വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ചെയ്യേണ്ട ഒരു കർമ്മത്തിലേക്ക് ഒത്തിരി അപാകതകൾ വന്നു കൂടുന്ന ഒരു കാലം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ച് അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ കുറച്ചുകൂടെ ശുദ്ധിയായിട്ടും അല്ലെങ്കിൽ വിശ്വാസത്തോടും ഒക്കെ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നടത്തുന്നതിനല്ല വിഷയം, അതിൻ്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പല സ്ഥലത്തും ഈ പവിത്രത വിട്ടുപോകുന്നുണ്ട്. ആ വിട്ടുപോകാനുള്ള കാരണം മദ്യത്തിൻ്റെയും മറ്റ് വിശ്വാസമില്ലായ്മയുടെയൊക്കെയുള്ള ഒരു ആഘോഷം പോലെ ആയിട്ട് ഈ അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന ഇത് ഒരു അല്പം അതിൻ്റെ പവിത്രത വിട്ടുപോകുന്ന രീതിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ എല്ലാവരും അതിന്, ഞാനാരെയും കുറ്റപ്പെടുത്തുകയല്ല, അത് കുറച്ചുകൂടെ നമ്മുടെ വിശ്വാസവും ഭക്തിയും പവിത്രതയൊക്കെ കൂടി അത് ആചരിക്കാൻ അതിൻ്റെ സംഘാടകരൊക്കെ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഇതൊരു പ്രവണത കണ്ടതുകൊണ്ട് ആണിത് പറയേണ്ടി വന്നത്.